കരുണയുടെ വർഷത്തിലെ നമ്മൾ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസിനെ ഷാലോമിൻ്റെ ഏറെ പ്രിയങ്കരായിട്ടുള്ള പ്രേക്ഷകരൊത്ത് ക്രിസ്മസ് സന്ദേശം പങ്കുവയ്ക്കാൻ എനിക്ക് അല്പമായിട്ടുള്ള ആനന്ദവും അഭിമാനമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സർവ്വനിയോഗങ്ങളെയും പുൽക്കൂട്ടിലെ നമുക്ക് രക്ഷകനായി പിറന്ന ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് സർവ്വലോകത്തിനും സന്തോഷം നൽകുന്ന സദ്വാർത്തയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിലെ അതേക്കുറിച്ചുള്ള വിവരണം സുവിശേഷകൻ അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്: മറിയം കാലികളുടെ സങ്കേതമായ പുൽത്തൊഴുത്തിൽ യേശുവിനെ പ്രസവിച്ചു. കാരണം അവർക്ക് സത്രത്തിൽ ഇടം കിട്ടിയില്ല. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ അപ്പസ്തോലനായ പൗലോസ് ഇപ്രകാരം ക്രിസ്മസിൻ്റെ ദൈവിക രഹസ്യം ദൈവശാസ്ത്രപരമായിട്ട് വിവരിച്ചു. അവൻ ദൈവമായിരുന്നു, അവൻ ദൈവത്തോട് സമാനനായിരുന്നു, അവനതൊന്നും മുറുകെ പിടിച്ചില്ല, എല്ലാം ശൂന്യമാക്കി എനിക്കും നിങ്ങൾക്കും വേണ്ടി മനുഷ്യനായി അവതരിച്ചു, മരക്കുരിശിൽ മരണം വരിച്ചു. അവൻ്റെ ശൂന്യവൽക്കരണത്തിലെ സംപ്രീതനായ പിതാവ് അവനെ സ്വർഗത്തോളം ഉയർത്തി. ഇടം കൊടുക്കുന്നതാണ് ക്രിസ്മസ്. ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ഉടനെ ആദ്യത്തെ പെസഹ വ്യാഴാഴ്ച ആഘോഷിച്ചപ്പോൾ സാധാരണ മാർപ്പാപ്പ പത്രോസിൻ്റെ ബസിലിക്കായിലെ ആഘോഷപൂർവ്വം നടത്തുന്ന കാലുകഴുകൽ ശുശ്രൂഷ അവിടെ നടത്തുന്നതിന് പകരം ഇറ്റലിയിലെ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ക്രിമിനലുകൾ താമസിക്കുന്ന ഒരു ജയിലിലാണ് നിർവഹിച്ചത്. മാർപ്പാപ്പ ഈ ക്രിമിനലുകൾക്കൊത്ത് കാലുകഴുകൽ ശുശ്രൂഷ നിർവഹിച്ചപ്പോൾ ആരാധനാക്രമ സംബന്ധമായിട്ടുള്ള വലിയ പണ്ഡിതന്മാർ പറഞ്ഞു, മാർപ്പാപ്പ അല്പം വഴിവിട്ടാണ് ചെയ്തത്. മാർപ്പാപ്പ 12 ശിഷ്യന്മാർ എന്ന ഗണിതശാസ്ത്രം പരിഗണിച്ചില്ല. 12 പേരും പുരുഷന്മാരാകണമെന്നുള്ള നിലപാട് മാർപ്പാപ്പ സ്വീകരിച്ചില്ല. എല്ലാവരും കത്തോലിക്കരാകണമെന്നുള്ള നിലപാട് മാർപ്പാപ്പ സ്വീകരിച്ചില്ല. ആ ജയിലിൽ മാർപ്പാപ്പ കാല് കഴുകിയതിൽ പകുതിയിൽ കൂടുതൽ സ്ത്രീകളായിരുന്നു. അതിലെ ഒരു ന്യൂനപക്ഷമെങ്കിലും മുസ്ലിമുകളായിരുന്നു. കുറേയേറെ പേര് വിശ്വാസമില്ലാത്തവരായിരുന്നു. ഈ കാലുകഴുകൽ വിവാദത്തിൽ മാർപ്പാപ്പ പറഞ്ഞ ഒരു വലിയ സത്യമുണ്ട്: ഞാനും നിങ്ങളും ഇടം നിഷേധിക്കുന്നവർക്ക് ഇടം നൽകാനാണ് ദൈവം ഭൂമിയിലെ ജാതനായത്. പലപ്പോഴും അതിർത്തികളിലേക്ക് പോകുക എന്നുള്ള പരിശുദ്ധ പിതാവിൻ്റെ ഒരു പ്രയോഗമുണ്ട്: ഗോ ടു ദ ബൗണ്ടറീസ്. മാർപ്പാപ്പ അതിർത്തികളെന്ന് ഉദ്ദേശിക്കുന്നത് ചേരികളിൽ താമസിക്കുന്നവരെ, ജയിലുകളിൽ താമസിക്കുന്നവരെ, മുഖ്യധാരയിലേക്ക് വരാൻ അനുവദിക്കപ്പെടാത്തവരെ, അങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് മാർപ്പാപ്പ സഭയുടെ മക്കളെ പ്രബോധിപ്പിക്കുന്നു. ഞാനും നിങ്ങളും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ലൂക്ക സുവിശേഷകൻ മറിയത്തിൻ്റെ പ്രസവത്തെ സംബന്ധിച്ചും
ഈശോയുടെ തിരുജന്മത്തെ സംബന്ധിച്ചും പറയുന്നു, അവൾ പുൽക്കൂട്ടിൽ കാലികളുടെ സങ്കേതത്തിൽ അവനെ പ്രസവിച്ചത് സത്രത്തിൽ അവർക്കിടം ലഭിക്കാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ ഇടം കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മനുഷ്യൻ്റെ ഇടയിൽ വലിയ പിശക്കുണ്ട്. ഇടമില്ലാഞ്ഞിട്ടല്ല, ഇടം തുറന്നു കൊടുക്കാൻ. ഈ കരുണയുടെ വർഷത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു, കരുണയുടെ വാതിൽ തുറക്കുക. എനിക്കറിയാൻ പാടില്ല, ചിലരെങ്കിലും തെറ്റായി ധരിച്ചു വച്ചിട്ടുണ്ട്, മരം കൊണ്ടുണ്ടാക്കിയ പള്ളിയുടെ ആനവാതിൽ തുറന്നിടുന്നതാണ് കരുണയുടെ വാതിൽ. അല്ല, കരുണ ഒരു മനോഭാവമാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തവും ഉദാരപൂർണവുമായിട്ടുള്ള പ്രകടനമാണ് കരുണ. മാർപ്പാപ്പ കരുണയുടെ മുഖമെന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കരുണ ദൈവത്തിൻ്റെ ബലഹീനതയല്ല. ദൈവശാസ്ത്രജ്ഞനായിട്ടുള്ള തോമസ് അക്വിനാസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, കരുണ ദൈവത്തിൻ്റെ മഹത്വമാണ്, കരുണ ദൈവത്തിൻ്റെ വലുപ്പമാണ്, കരുണ ദൈവത്തിന് വഴിവിട്ട് പോകാൻ ഉള്ള മനസ്സിൻ്റെ ഉറപ്പാണ്. എന്നിട്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഈ കരുണയുടെ വർഷം നമുക്ക് ക്രൂരതയുടെ ആയുധങ്ങൾ ഉപേക്ഷിക്കാം. നമുക്ക് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹതാപത്തിൻ്റെയും ആർദ്രതയുടെയും അനുകമ്പയുടെയൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കാം. ദ വെപ്പൺസ് ഓഫ് ക്രൂവൽറ്റി. എന്താണ് സഹോദരങ്ങളെ ഈ ക്രൂരതയുടെ ആയുധങ്ങൾ? എനിക്ക് തോന്നുന്നു സുവിശേഷത്തിൽ തന്നെ മനുഷ്യൻ അന്ധതയാക്കി മാറ്റുന്നത് വലിയ ക്രൂരതയുടെ ഒരു തോക്കാണ്. ധനാഢ്യനായ മനുഷ്യനെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ ധനാഢ്യനായിരുന്നു. എന്നിട്ട് ഈ ധനാഢ്യതയെ സൂചിപ്പിക്കാനായിട്ട് 3 വിശേഷണങ്ങൾ വയ്ക്കുന്നുണ്ട്. അവൻ മൃദുല വസ്ത്രങ്ങൾ ധരിച്ചു, ചമന്ന പട്ടുകൊണ്ട് തന്നെ പൂടി മതച്ചു, സുഭിക്ഷമായ വിരുന്നുകൊണ്ട് അവനെന്നും ഭക്ഷണം കഴിച്ചു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്ന ഒരു മനുഷ്യൻ കിടന്നിരുന്നു. അവൻ വ്രണങ്ങൾ കൊണ്ട് വികൃതനായിരുന്നു. അവൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരുന്നു. ഈ മേശയിൽ നിന്ന് വീഴുന്ന ഉച്ഛിഷ്ടം കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. അവിടെ കവാടം അടയ്ക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് നിങ്ങൾ കാണുന്നത്. ധനാഢ്യതയുടെ നടുവിലെ കരുണയുടെ വാതിൽ അടച്ചൊരു മനുഷ്യൻ. കരുണ എന്ന് പറയുന്നത് ദൈവം എനിക്ക് നൽകിയതെല്ലാം എൻ്റെ സ്വന്തമല്ല, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ളതല്ല, അത് ദൈവം തന്നതാണ്. അത് ദൈവത്തിൻ്റെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ സന്ദർശിക്കാൻ വന്നിരുന്നു. പഠിക്കുന്ന കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു മനുഷ്യനാണ്. ഇന്ന് വലിയ ഉദ്യോഗസ്ഥനാണ് ഗൾഫിൽ. എന്നോട് പറഞ്ഞു, എനിക്കൊന്നിനും കുറവില്ല, നല്ല ആരോഗ്യമുണ്ട്, എൻ്റെ തല നിറച്ച് ബുദ്ധിയാണ്, പിതാവിന് 60 വയസ്സായെങ്കിലും ഞാൻ ഇപ്പോഴും 40 പോലും ആകാത്ത പോലെയാണ്. നല്ല ആകാര സൗഷ്ഠവമുള്ളൊരു മനുഷ്യൻ. എന്നിട്ട് പറയുകയാണ്, ഞാൻ കഠിനമായിട്ട് പണിയെടുത്ത് ഒരുപാടുണ്ടായി, ഇപ്പം എൻ്റെ കയ്യിലുള്ളപ്പോഴാണ് ആളുകൾക്ക് എന്നെക്കൊണ്ട് ആവശ്യം. എൻ്റെ അടുക്കൽ ഒരുപാട് ആളുകൾ ഓരോ കാര്യങ്ങൾക്ക് സഹായം ചോദിച്ച് വരാറുണ്ട്. ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ കൊടുക്കാത്തതിൻ്റെ കാരണം
ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, അവനും കഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാൻ സാധിക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പിതാവ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, നിൻ്റെ ജീവിതത്തിൽ തമ്പുരാനില്ല. ആ മനുഷ്യൻ പള്ളിയിൽ പോകുന്ന ആളാണ്, മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കുന്ന ആളാണ്, പള്ളി സ്വസ്ത്ര കാഴ്ച കൊടുക്കുന്ന ആളാണ്. അച്ഛന്മാർ ചോദിച്ചാൽ എന്തെങ്കിലും ഔദാര്യം കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആ മനുഷ്യൻ ഒരിക്കലും തൻ്റെ സുഖസൗകര്യങ്ങൾ ദൈവം തന്നോട് കാണിച്ച കരുണയാണെന്ന് സമ്മതിക്കാത്തവനാണ്. ദൈവത്തിൻ്റെ നേരെ കവാടമടച്ചൊരു മനുഷ്യൻ, ദൈവത്തിന് ഇടം നൽകാത്തൊരു മനുഷ്യൻ. ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ധനാഢ്യനായൊരു ഭോഷൻ്റെ കഥ പറയുന്നുണ്ട്. അവന് വിളവ് സമൃദ്ധമായി, അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടി. എവിടെ സൂക്ഷിക്കുക? അവൻ അറപ്പുരകൾ പുതുക്കി പണിതു. കേടുകൂടാതെ തൻ്റെ ധാന്യങ്ങളൊക്കെ സംഭരിച്ച് ചാക്കുകളിൽ അടക്കി വെച്ചു. കീടങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ ചെയ്തു. അവൻ്റെ മനസ്സിൽ ഒരിക്കലും ദൈവത്തിനോ സഹോദരങ്ങൾക്കോ ഇടവില്ലായിരുന്നു. ഇടം അടച്ച ഒരു മനുഷ്യൻ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ആർഭാടങ്ങളാണ്. സമ്പന്നന് എന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു തെറ്റായ ധാരണ, ധാർഷ്ട്യം. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, അവർ പള്ളിയിൽ പോകാം, സഭയുടെ നിയമങ്ങൾ പാലിക്കാം, പക്ഷെ അവർ പ്രായോഗികമായിട്ട് നിരീശ്വരന്മാരാണ്, ദൈവത്തിന് കതകടച്ചവരാണ്, സഹോദരങ്ങൾക്ക് കതകടച്ചവരാണ്. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവരോടും പറയുന്നത്, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ശൂന്യവൽക്കരണത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം ഉപസംഹരിക്കുന്ന ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്, ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ക്രിസ്തുവിലേക്കുള്ള വളർച്ചയാണ് ക്രിസ്മസ്. പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിൻ്റെ രൂപം വയ്ക്കുന്നതല്ല ക്രിസ്മസ്. നക്ഷത്രവിളക്കുകൾ കെട്ടി അതിൻ്റെ ചുറ്റും ആർഭാടങ്ങൾ നടത്തുന്നതല്ല ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭാവങ്ങളിലേക്കുള്ള ഒരു മനസ്സുമാറ്റമാണ്, ക്രിസ്തുവിൻ്റെ ശൈലിയിലേക്കുള്ള ഒരു മനസ്സുമാറ്റമാണ്. ഞാൻ വിശ്വസിക്കാൻ എനിക്ക് വിഷമമുള്ള ഒരു സംഭവം ഞാൻ കേട്ടു. കല്യാണത്തിന് ഒരു പെൺകൊച്ചെടുക്കുന്ന സാരിക്ക് 1,00,000 രൂപ കൂടുതൽ വിലയുണ്ടത്രേ. അവരെ കഴുത്തിൽ ധരിക്കുന്ന രത്നങ്ങളുടെ മാല്യത്തിന് 48-50 ലക്ഷം രൂപയുണ്ട്. ഞാനത് കേട്ടപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചിലനോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ ധനവാൻ്റെ കഥ, ലാസർ പടിക്ക കിടന്ന ധനവാൻ്റെ കഥ ഇന്നത്തെ സമൂഹത്തിൽ ആവർത്തിക്കുകയല്ലേ. പള്ളികൾ പണിയുന്നിടത്ത് പാലിക്കേണ്ട മിതത്വം പാലിക്കാതെ അത് പണത്തിൻ്റെ ആധിപത്യമാക്കി ഞാനും നിങ്ങളൊക്കെ തീർക്കുമ്പോൾ, എൻ്റെ വീട്ടിൽ പണമുണ്ടെങ്കിൽ അതുകൊണ്ട് കൊട്ടാരം പണിയാൻ എനിക്ക് ആദ്യം അനുവാദം വേണ്ടെന്ന് നിങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ, നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ഞാനും നിങ്ങളും ഇടമടയ്ക്കുന്നവരാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ അബ്രഹാമിനെക്കുറിച്ച് മനോഹരമായിട്ടുള്ളൊരു വിവരണമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 18-ാമത്തെ അധ്യായത്തിലെ മെമ്രയുടെ ഓക്കുമരത്തിൻ്റെ താഴ്വാരത്തിലെ കൂടാരം കെട്ടി അബ്രഹാം താമസിക്കുമ്പോൾ ഓക്കുമരത്തിൻ്റെ തണലിലെ 3 അപരിചിതരെ കണ്ടു. ഞാനത് ഇന്നത്തെ കാലത്ത് വ്യാഖ്യാനിക്കുകയാണ്, 3 അന്യസംസ്ഥാനക്കാരെ. പോലീസിൽ അറിയിക്കുകയല്ല ചെയ്തത്. അവൻ കൂടാരം വിട്ട് പുറത്ത് കടന്നിട്ട് മുട്ടുമടക്കി കുമ്പിട്ട് താണു വണങ്ങി. ഒരുപക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയുടെ ഭാവമാണ് സാഷ്ടാംഗ പ്രണാമം. എന്നിട്ട് അവൻ
ഈ അന്യരോട് ചോദിച്ചു, നിങ്ങൾ ഈ വെയിൽ മൂത്ത സമയത്ത് നടന്നു വന്നവരാണ്, ഞാൻ നിങ്ങളുടെ കാല് കഴുകട്ടെ, നിങ്ങളെൻ്റെ സൽക്കാരം സ്വീകരിക്കണം. അകത്ത് കിടന്ന് സാറായോട് പറഞ്ഞു, നീ 3 ഇടം കഴിയും മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കണം. എനിക്ക് അടുക്കളയെക്കുറിച്ചോ പാചകത്തെക്കുറിച്ചോ ഒന്നും അറിയാൻ പാടില്ല. 3 ഇടം കഴി മാവ് കൊണ്ട് അപ്പം ചുട്ടാൽ 3 പേർക്ക് ഒരു മാസം തിന്നാനുള്ള അപ്പമാണ്. ഔദാര്യത്തിൻ്റെ പരിധി വിട്ടുപോകുക. ഔദാര്യത്തിന് പരിധിയില്ല. തൻ്റെ കാള തൊഴുത്തിൽ കയറിയിട്ട് ഒരു ഇളങ്കാളയെ പിടിച്ച് കൊന്ന് നല്ല ബീഫ് കറി വെച്ചു. എന്നിട്ട് അവർക്ക് വിളമ്പിക്കൊടുത്തു. അവർ ഭക്ഷണം കഴിക്കുന്നത് ആരാധനാഭാവത്തോടു കൂടെ നോക്കിക്കണ്ടു. കരുണയുടെ ഒരു കവാടം അബ്രഹാം തുറക്കുകയാണ്. താൻ കൂടാരത്തിൽ താമസിക്കുമ്പോൾ തമ്പുരാൻ തന്നോട് കാണിച്ച കരുണയ്ക്ക് താൻ തമ്പുരാനോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം തെളിയിച്ചത് 3 അന്യരോട് കാണിച്ച ഔദാര്യം കൊണ്ടാണ്. അവർ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അബ്രഹാമിനെ നോക്കി പറഞ്ഞു, നിൻ്റെ സാറ ഭാര്യ, അവൾ ഗർഭവതിയല്ല, അവൾ വന്ധ്യയാണ്, വൃദ്ധയാണ്. അടുത്ത വസന്തത്തിൽ ഞങ്ങൾ വരുമ്പോൾ അവൾ ഗർഭവതിയായിരിക്കും. ദൈവം കൂടുതൽ അനുഗ്രഹിച്ചു. സന്താന സൗഭാഗ്യത്തിൻ്റെ കൃപ നൽകി അബ്രഹാമിനെ ദൈവം ആശീർവദിച്ചു. ഇന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന 3 പേര് ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രതീകങ്ങളാണ്. ദൈവം വരുന്നത് നേരിട്ടല്ല, ഒരിക്കലുമല്ല. ദൈവം കടന്നു വരുന്നത് സഹോദരങ്ങളിലൂടെയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് എന്നിലൂടെ ദൈവത്തെ കാണാൻ ഞാൻ എന്നെ തന്നെ തുറക്കുന്നതാണ്. ഒരിക്കൽ മിഷൻ ആസ്പത്രിയിലെ ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റർ എൻ റാം വന്നിരുന്നു. അദ്ദേഹം ക്രിസ്മസ് കേക്കും ക്രിസ്മസ് സമ്മാനങ്ങളും രോഗികൾക്ക് കൊടുത്തിട്ട് ഓഫീസ് മുറിയിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഫാദറെ, കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ? ഞാൻ ചോദിച്ചു, എന്താ റാം അങ്ങനെ പറയുന്നത്? അയാൾ എന്നോട് പറഞ്ഞു, ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഭാവവ്യത്യാസമാണ്. എൻ്റെ സഹോദരന് കൂട്ടിരിക്കാൻ ഞാൻ സന്മനസ് കാണിക്കുന്നിടത്തൊക്കെ ക്രിസ്മസ് ഉണ്ട്. ആണ്ടുവട്ടത്തിൽ ഒരു പ്രാവശ്യം ആവർത്തന വിരസമായിട്ട് ആർഭാടമായിട്ട് കൊണ്ടാടുന്ന ഒരു ബർത്ത്ഡേ പാർട്ടിയല്ല ക്രിസ്മസ്. അത് ഒരു കാലാവസ്ഥ സൃഷ്ടിക്കലാണ്. ഞാൻ എൻ്റെ സഹോദരനെ കണ്ട് ആ പിള്ളക്കച്ചകളിലെ ക്രിസ്തു ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ ക്രിസ്മസിൻ്റെ കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. അവിടെ മഞ്ഞ് പെയ്യും, അവിടെ മരങ്ങൾ പൂക്കും, അവിടെ തണുത്ത കാറ്റടിക്കും, അവിടെ കുളിർമയുണ്ടാകും. ഒരുപക്ഷെ നല്ല സമ്പ്രദായക്കാരൻ്റെ കഥ കർത്താവ് പറഞ്ഞ കഥകളിലെ കർട്ടൻ വീഴാത്തൊരു കഥയാണ്. കർത്താവ് പറഞ്ഞ എല്ലാ കഥകളിലും കർട്ടൻ ഇട്ടിരുന്നു. പക്ഷേ ഈ കഥയിൽ കർട്ടൻ ഇട്ടില്ല. ഫരിസയൻ കടന്നുപോയി, അവൻ കണ്ടില്ല. ലേവായക്കാരൻ കടന്നുപോയി, കണ്ടില്ല. തസ്കരന്മാരാൽ ആക്രമിക്കപ്പെട്ട ആ ഹതഭാഗ്യൻ അത് ക്രിസ്മസിൻ്റെ കൃപാണെന്ന് തിരിച്ചറിഞ്ഞത് ഒരു പാവപ്പെട്ട സമ്പ്രദായക്കാരനാണ്. അവൻ സാഷ്ടാംഗം പ്രണമിച്ചു. അബ്രഹാമിൻ്റെ ഭാവത്തിലേക്ക് അവൻ വളരുകയാണ്. തൻ്റെ നിക്ഷേപ പാത്രങ്ങൾ തുറന്നിട്ട് എണ്ണയും വീഞ്ഞും എടുത്തിട്ട് അവൻ്റെ മുറിവുകളിൽ വെച്ച് കെട്ടി, തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി അവനെ സത്രത്തിൽ കൊണ്ടുചെന്ന് ഇടം ചോദിച്ചു. അവൻ്റെ ഹൃദയം തുറന്നപ്പോൾ, അവൻ്റെ ഹൃദയത്തിലെ ഈ ഹതഭാഗ്യന് ഇടം കൊടുത്തപ്പോൾ അവന് സത്രത്തിൽ ഇടം അന്വേഷിച്ച് അവൻ പോയി. 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ കയ്യിലുള്ളൂ, തിരിച്ചു വരുമ്പോൾ ബാക്കി തരാം. പരസ്നേഹങ്ങൾ പിച്ചക്കാശ് എറിഞ്ഞു കൊടുക്കുന്നതല്ല. കരുണ കാണിക്കുന്നത് ആപേക്ഷികമല്ല, അത് മൗലികമാണ്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലെ കണ്ടവരും കാണാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ് നിത്യവിധിയുടെ അളവുപോലെ. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് കിടപ്പാടമില്ലായിരുന്നു, നിങ്ങൾ കൂര തന്നു.
ഞാൻ അഭയാർത്ഥിയായിരുന്നു, നിങ്ങളെനിക്ക് കരം തന്നു. അവർ ചോദിച്ചു എപ്പോഴാണ് എന്ന്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ എളിയവരിൽ ആർക്കെങ്കിലും ചെയ്തപ്പോഴൊക്കെ എനിക്കാണ് ചെയ്തത്. സഹോദരങ്ങളെ, ക്രിസ്മസ് ഒരു വളർച്ചയാണ്, ക്രിസ്തുവിലേക്കുള്ള വളർച്ച. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നതിന് വേണ്ടിയുള്ള ഈറ്റുനോവ്. നമുക്കവിടെ ഔദാര്യം ഉണ്ടാകട്ടെ. നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കാൻ ഈശോ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്, മനുഷ്യനായിട്ട് അവതരിച്ചത്, മരക്കുരിശിൽ മരിച്ചത് മനുഷ്യൻ ദൈവത്തോളം വലുതാകാനും മഹത്വമുള്ളവനുമാകാൻ വേണ്ടിയാണ്. ഞാനും നിങ്ങൾ ഈ ക്രിസ്മസിലെ അതിർത്തികളിലേക്ക് ഞാനും നിങ്ങളും ഇടം കൊടുക്കാതെ ആട്ടിപ്പായിച്ചവർക്ക് കരം കൊടുക്കാൻ കവാടങ്ങൾ തുറക്കട്ടെ. ശൈലിയിലെ മാറ്റത്തിലൂടെ നമുക്ക് ക്രിസ്മസിൻ്റെ സന്തോഷം എല്ലാവർക്കും പങ്കുവയ്ക്കാം. ഞാനും നിങ്ങളും ക്രിസ്മസിൻ്റെ സമാധാനം പങ്കുവയ്ക്കുന്ന ക്രിസ്മസ് കേക്കും വെളിച്ചം പകരുന്ന നക്ഷത്രങ്ങളും സന്തോഷം പങ്കിട്ട് നടക്കുന്ന സാന്താക്ലോസ്മാരും ആകെ മാറാൻ ഈ ക്രിസ്മസ് നമ്മെ പ്രേരിപ്പിക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പുൽക്കോട്ടിൽ പിറന്ന ദിവ്യശിശു ആശീർവദിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ, നന്മകൾ, പുതുവത്സരം നിങ്ങൾക്ക് അനുഗ്രഹസമ്പന്നമാകട്ടെ. ആമേൻ.